ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഒരു അമ്മ തൻ്റെ മകനെ അച്ഛൻ വഴക്ക് പറയുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ പ്രൊഡക്റ്റുമായിട്ട് ചെന്നതാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഈ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, മക്കളായ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ശരിയാണ്, പക്ഷേ ആ ചേട്ടൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ ചിരിച്ചങ്ങ് നിന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ചേട്ടൻ അവനെ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പതുക്കെ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. അവൻ എത്ര പ്രായമുണ്ട്? അവൻ 18 വയസ്സായ കുട്ടിയാണ്. 18 വയസ്സായ കുട്ടിയോട് ഇങ്ങനെയൊക്കെയാണോ ഇയാൾ സംസാരിക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തന്നോളം വളർന്ന താനെന്ന് മക്കൾ വിളിക്കും, ശരി, അത് നമ്മൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ അവൻ ചെയ്ത തെറ്റിന് ചേച്ചി ന്യായീകരിക്കരുതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ ഒരു തെറ്റ് പള്ളിയിൽ ആവർത്തിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരു തർക്കുത്തരം, അതായത് അവളുടെ ടീച്ചേഴ്സ് അവൾക്ക് ഒരു കറക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പം അവളവിടെ എതിരെ സംസാരിച്ചു. അപ്പം അത് ആ സമൂഹത്തിൽ ഒരു വേദന ഉളവാക്കി, ചെറിയൊരു വേദന ഉളവാക്കി. ആ വേദന ഉളവാക്കിയത് ഞാൻ അവരുടെ മുൻപിൽ എൻ്റെ മകളെ താഴ്ത്തി കെട്ടാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ ഒന്നും ശബ്ദിച്ചില്ല. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ കാര്യകാരണ സഹിതം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. കാരണം അതെൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എൻ്റെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ചുമതലയാണ്. ഞാനപ്പോൾ അത് പറഞ്ഞ് അവളുടെ തെറ്റിന് ന്യായീകരിക്കാൻ പോയില്ല. അവളും പറയണത് കേട്ടു, അവരും പറയണത് കേട്ടു, രണ്ട് കൂട്ടരും പറയണത് കേട്ടിട്ട് കുറച്ച് ആ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട്, എൻ്റെ 4 മക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഞാൻ അവരോട് ആ ടീച്ചേഴ്സിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കുകയാണ്. കാരണം എൻ്റെ മകൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റില്ലാണ്ട് ആ വ്യക്തികൾ അങ്ങനെ സംസാരിക്കില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തി കെട്ടാതിരിക്കണം എന്നുള്ളതും ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ 2 വശങ്ങൾ എൻ്റെ ഒരു അമ്മ എന്നുള്ള നിലയിലും ഒരു ടീച്ചർ എന്നുള്ള നിലയിലും ഞാൻ രണ്ടായി മാറുമ്പോഴാണ് എൻ്റെ മക്കളുടെ തെറ്റുകളെ എനിക്ക് 2 വിധത്തിലേക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സമൂഹത്തിൻ്റെ മുൻപിൽ എൻ്റെ മകളെ ഞാൻ തെറ്റുകാരിയാക്കാണ്ട് ഞാൻ ശ്രമിക്കില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് പറയാം, അതല്ല എങ്കിൽ അത് തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ന്യായീകരിക്കും. പക്ഷേ എൻ്റെ മകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവളുടെ തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ ഞാനൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിജയിച്ചു. അപ്പോൾ ഈ അമ്മയോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അമ്മ എന്നല്ല ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. പലപ്പോഴും ഇവൻ ഇവിടെ വരുന്ന സമയത്ത്, ഞാനിവിടെ സാധനങ്ങളുമായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും എനിക്കും ഇവൻ്റെ ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ എനിക്കിഷ്ടപ്പെടാറില്ല. ഞാൻ ചേച്ചിയോട് തുറന്ന് പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ വർഷങ്ങളുടെ ഒരു എന്താ പറയുക പരിചയമുണ്ട്. ഞങ്ങൾ പലപ്പോഴായിട്ട് സംസാരിക്കാറുണ്ട്, പലവിധ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു, ജിനി, എനിക്ക് അവനോട് പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളല്ലേ എന്തെങ്കിലും പോയി ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഇദ്ദേഹം ശകാരിച്ചതിന് ഇന്ന് അവൻ ഇതിൻ്റെ ഡബിൾക്കായിട്ടായിരിക്കും, അതായത് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ആയിരിക്കും അവിടെ കയറി വരിക. അങ്ങനെ ഇവിടെ വേറെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ആ സ്ഥാനത്ത് വിലയില്ലാതാകുന്നത് ആ ഭർത്താവിനാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ മക്കളുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ ആദ്യകാലങ്ങളിൽ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ആ കുറ്റപ്പെടുത്തൽ എൻ്റെ ഭർത്താവിൻ്റെ താഴ്ത്തിക്കെട്ടലാണ്. പിന്നെ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കൾ വക വയ്ക്കില്ല എന്നുള്ളൊരു ചിന്ത വന്നതോടുകൂടി അങ്ങനത്തെ ഒരു 1-2 സാഹചര്യങ്ങൾ എനിക്ക് അനുഭവപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ സ്വഭാവത്തിൻ്റെ രീതി അങ്ങ് മാറ്റി. കാരണം ഞാൻ അവിടെ മാറിയില്ലെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവിന് വില കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കാണ് അവിടെ മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ ആ ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിനെ താഴ്ത്തി കെട്ടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ എൻ്റെ മക്കൾ ഒച്ച ഉയർത്തി സംസാരിച്ചാലും ഇദ്ദേഹം പോയി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യകാരണ സഹിതം എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് വരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഒച്ചപ്പാടുണ്ടാവും, പക്ഷേ അദ്ദേഹത്തിൻ്റെ നില വിട്ടു കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം അതങ്ങനെയാണ്. ഒരുപാട് എൻ്റെ വീടിന് വേണ്ടി അധ്വാനിക്കുന്നൊരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന
ഏത് മാതാപിതാക്കളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അവലംബിക്കേണ്ട 3 കാര്യങ്ങൾ: ഒന്ന് വിശ്വാസം, ഒന്ന് ധൈര്യം, ഒന്ന് സ്നേഹം. നിങ്ങളുടെ മക്കൾ ഏതവസ്ഥക്കൂടെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനുള്ള ഒരു ജീവിത രീതി നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചെടുക്കണം. രണ്ടാമത്, തെറ്റ് തെറ്റാണെന്ന് പറയാനും ശരി ശരിയാണെന്ന് പറയാനുള്ള ആത്മധൈര്യം അത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ സ്നേഹം. നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അതിന് പ്രായഭേദമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു കുട്ടീനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടി പിണങ്ങിയിരുന്നോട്ടെ, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ കുട്ടീനെ അടുത്തൊന്ന് വിളിച്ചിട്ട് എന്തിനാണ് വഴക്ക് പറഞ്ഞു കൊടുത്തതെന്നു, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് പ്രവർത്തിപ്പിക്കേണ്ടത് ആയിരുന്നു എന്നും നിങ്ങളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ വഴക്ക് പറയും, പക്ഷേ അതിൻ്റെ കാര്യകാരണ സഹിതമൊന്നും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് പല മക്കളും വഴിതെറ്റിപ്പോകുന്നത്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു. അമ്മയ്ക്ക് ചേച്ചി പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേച്ചിയുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ചേച്ചി സാറില്ല, ചേച്ചിക്ക് എപ്പോഴെങ്കിലും ചിന്ത വരികയാണെങ്കിൽ ചേച്ചി അത് ചിന്തിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് പോരുന്നത്. ഈ ചേച്ചി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്, കാരണം ചേച്ചിയോട് ഞാൻ പറയും ചെയ്ത് ഇതൊരു വീഡിയോ ആയിട്ട് വരൂട്ടാ എന്ന് ഞാൻ പറഞ്ഞ് ചിരിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. ചേച്ചി പറഞ്ഞു, നിനക്കൊരു കണ്ടൻറ്റ് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാളും തമാശ പറഞ്ഞ് ചിരിച്ച് പിരിയണത്. ഇതൊരു തമാശയായിട്ട് കാണരുത്. മക്കളെ അറിഞ്ഞിരിക്കണം, പക്ഷേ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കും വേണം. സ്വന്തം മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മൾ ഊന്നൽ കൊടുക്കരുത്. കാരണം ഒരു പ്രാവശ്യം നമ്മളവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നാളെ ഒരിക്കൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഊറിക്കൊണ്ടിരിക്കും. അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക്, ഒരു തെറ്റിൽ നിന്ന് രണ്ടാമത്തെ തെറ്റിലേക്ക്. കാരണം എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ എനിക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ആ മക്കൾക്ക് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഇടയാക്കും. ആയതിനാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മാതാപിതാക്കളാണെങ്കിലും ചെയ്യുന്ന തെറ്റ് മക്കളാണെങ്കിൽ പോലും അത് പറയാനും ധൈര്യപൂർവ്വം അത് അവരുടെ മുൻപിൽ കറക്റ്റായിട്ട് അവതരിപ്പിക്കാനും നിങ്ങൾ തയ്യാറാകണം. എല്ലാ മനുഷ്യരും സത്യസന്ധരും ധർമ്മിഷ്ഠരും നീതിമാന്മാരൊന്നല്ല. എല്ലാവരുടെ കയ്യിലും, ഈ പറഞ്ഞ എൻ്റെ കയ്യിലും തെറ്റുകളുണ്ട്. പക്ഷേ ആ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് അത് വലിയൊരു തെറ്റായിട്ട് മാറുന്നത്. നമ്മൾ ഒരു സമൂഹത്തിൽ ആഭാസന്മാരായ ഒരുപാട് പേരെ കാണും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ധർമ്മിഷ്ഠരായ അല്ലെങ്കിൽ നല്ലവരായ കുറേ മനുഷ്യരുണ്ട്. കുറേ ശത്രുക്കളായ ആൾക്കാരുണ്ട്, പക്ഷേ നല്ല സുഹൃത്തുക്കളും നമുക്കുണ്ട്. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വഞ്ചിതരാകാറുണ്ട്, വഞ്ചിക്കപ്പെടാറുണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ വഞ്ചിക്കുന്നതിനേക്കാളും നല്ലത് പരാജിതരായിട്ട് തിരിച്ചു പോരുന്നതാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മക്കളെ, പോയ തലമുറയെ, പല മക്കളും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു എന്ന് നമ്മൾ ലാഘവത്തോടു കൂടി പറയുന്നുണ്ട്. എങ്ങനെയോ പോയി പെട്ടു, എങ്ങനെയോ പോയി പെട്ടതല്ലത്. നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് നമ്മുടെ മക്കൾ പോയപ്പോഴാണ് അവർ ചെന്ന് പെട്ടത്. കാരണം നമ്മൾക്ക് സ്നേഹം കൊടുക്കാൻ സമയമില്ല. ആ സമയമില്ലായ്മയാണ് അവർ മറ്റുള്ള സ്നേഹങ്ങളിലേക്ക്, സ്നേഹബന്ധങ്ങളിലേക്ക് പോയി വീഴാനായിട്ട് ഇടവന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് അത് കറക്റ്റ് ചെയ്യുക. അത് കണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ശാസിക്കുക, സ്നേഹിക്കുക, ശിക്ഷണം കൊടുക്കുക. താങ്ക് യു.